ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഗ്ലോ അപ്പ് വിത്ത് സാൻഡി. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഡേ 43 ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് ബീട്രൂട്ടും പിന്നെ ആലോവേര പിന്നെ വെളിച്ചെണ്ണയാണ്, ഇല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ എടുക്കാം കേട്ടോ. ഇത് ഇത്രയും ബീട്രൂട്ടും പിന്നെ കറ്റാർ വാഴ നല്ല ക്ലീനായിട്ട് കഴുകിയിട്ട് മുള്ളൊക്കെ മാറ്റി നീറ്റായി ജെല്ല് എടുത്തിട്ട് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുക. ബീട്രൂട്ട് നിങ്ങളുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. നീളം മുടി ഉണ്ടെങ്കിൽ വലിയൊരു ബീട്രൂട്ട് എടുക്കാം. പിന്നെ ഷോർട്ട് മീഡിയം ലെങ്ത് ഉള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ അത് ഒരു മീഡിയം സൈസ്, അതായത് ചെറുതിൽ കുറച്ച് മീഡിയം സൈസ് വരില്ല, അങ്ങനത്തെ ഒരു ബീട്രൂട്ട് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ അത് നന്നായി ഗ്രേറ്റ് ചെയ്തിട്ട് നന്നായി തിളപ്പിച്ചിട്ട് പിന്നെ ആറിക്കഴിഞ്ഞിട്ട് മിക്സിയിലോട്ട് അടിക്കുക. ഓക്കെ, ബീട്രൂട്ടും കറ്റാർ വാഴ. ഓക്കെ, കറ്റാർ വാഴ ഇത് ഇത്രയും നന്നായിട്ട് മിക്സിയിൽ അടിക്കാവുന്നതാണ്. കറ്റാർ വാഴ ചേരാത്തവർ, അതായത് അലർജി ഉള്ളവർ നിങ്ങൾക്ക് തൈര് ചേർക്കാവുന്നതാണ്. ഓക്കെ, തൈര് ഇങ്ങനെ ചേർത്തിട്ട് നന്നായി മിക്സിയിൽ അടിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഒരു വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യേണ്ടതാണ്. ആഡ് ചെയ്തിട്ട് നന്നായി നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസി ഉണ്ടാവണം. അത് തലോട്ടിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നല്ല സർക്കുലർ മോഷൻ ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു തലയോട്ടിൽ മാത്രം വയ്ക്കുക. പിന്നെ അലോവേറ ജെൽ ഉപയോഗിക്കുമ്പോൾ കണ്ണിൽ പെടാതെയാണ് നിങ്ങൾ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ പറയാനുള്ളത്, ഒരു പിടി ഇതിൻ്റെ കൂടെ തന്നെ ഹെയർ കെയർ കഴിഞ്ഞിട്ട്, അതായത് ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈവനിങ് ടൈമിൽ നിങ്ങൾക്ക് ഒരു പിടി ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഒന്നെങ്കിൽ കാഷ്യൂസ് എടുക്കാം, ഇല്ലെങ്കിൽ ബാദാം. ഓക്കെ, ഇല്ലെങ്കിൽ രണ്ടും ഇല്ലാത്തവർ ഡേറ്റ്സ് എടുക്കാവുന്നതാണ്. ഇത് ഇത്രയും കുതിർത്തിട്ടും കഴിക്കാം, ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ ഡ്രൈ ആയിട്ടും കഴിക്കാവുന്നതാണ്. ബാദാം കഴിക്കുമ്പോൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ ദാറ്റ് ഞങ്ങൾക്ക് ഈസിയായി അത് ഡൈജസ്റ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും സോക്ക്ഡ് ആൽമണ്ട്സ് കഴിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ ഹെയർ കെയർ ചാലഞ്ച് ഡേ 43 ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടതും ലൈക്ക് നെക്സ്റ്റ് ഡേ, അതായത് ഹെയർ പാക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ മുമ്പിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് ഹെൽപ്ഫുള്ളായിരിക്കും എങ്ങനത്തെ ഒരു ഹെയർ പാക്കാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടുന്നതാണ്. പിന്നെ ഒരു മോട്ടിവേഷനും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്ത ഒരു ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.